ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇത് അബ്ദുറഹീം മുസ്ലിയാർ, മംഗലാപുരം, കർണാടക സ്റ്റേറ്റിൽ നിന്ന് വിളിക്കുന്നത്. മംഗലാപുരം അറിയോ? മംഗലാപുരം അറിയാം. പറഞ്ഞോളൂ, എന്തല്ലോ ഉസ്താദേ? ശരി, നമ്മളോട് നമ്മുടെ സംവാദം യൂട്യൂബിലൊക്കെ പ്ലേ ചെയ്തപ്പോൾ നോക്കിയൊരു വിഷയം ഉണ്ടായാല്, ജിഷാന് ജാലിയവാലാന്റെ അടുത്ത് 18 മുടിയല്ല ഒരു ചുക്കും കെട്ടിയിട്ടില്ല, അവിടുന്ന് കൊടുത്തിട്ടേ ഇല്ല. അല്ല, നിങ്ങൾ ഏത് സംഘടനയിലുള്ള ആളാ? ഞാൻ SYS മംഗലാപുരത്തെ ഒരു മെമ്പറാണ്. SYS എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടാൾക്കാർ SYS എന്ന് പറയും. ഏത് SYS? നമ്മൾ SYS എന്നുള്ള ആദ്യത്തിന്റെ ആധികാരിക സംഘടന AP തന്നെയാണ്. നിങ്ങളപ്പോ AP കാരനാണ്? AP കാരനാണ്. നിങ്ങൾ AP കാരനാണ് അല്ലേ? അതെ. പിന്നെ SYS ആരാ ഉണ്ടാക്കിയേ? SYS പിന്നെ ഏത് സംഘടന ഉണ്ടാക്കിയ? അതായത് ഏതൊരു സംഘടനയുടെ കീഴ്ഘടകമാണല്ലോ SYS. സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ അണ്ടറിലുള്ളതാണ്. ശരി, സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ അണ്ടറിലല്ലേ? അതെ അതെ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ അണ്ടറിലുള്ള SYS പിന്നെ നിങ്ങൾ പറഞ്ഞ AP ഗ്രൂപ്പാണോ? അതല്ലേ, അതന്നെയാണ്. അത് തന്നെയാണോ? അതെ. അത് ശരി. ഇപ്പൊ സമസ്തന്റെ ഇപ്പോൾ ലാസ്റ്റ് പിന്നെ കഴിഞ്ഞ പ്രസിഡന്റിന്റെ രണ്ടാളെ പേര് നിങ്ങൾ പറഞ്ഞുതരോ? നിങ്ങൾ AP സമസ്തന്റെ നിങ്ങൾ പറഞ്ഞ കണക്കിന് AP സമസ്തന്റെ എന്ന് വെച്ചാല് സമസ്ത കണ്ണിയത്ത് ഉസ്താദിന്റെ ശേഷം താജുൽ ഉലമയാണ് പ്രസിഡന്റ്. അപ്പൊ താജുൽ ഉലമ ഏത് കൊല്ലം പ്രസിഡന്റ് ആയേ? താജുൽ ഉലമ ഏത് വർഷ പ്രസിഡന്റ് ആയേ? താജുൽ ഉലമ 92-91 പ്രസിഡന്റ് ആയത്. അത് ശരി. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ഏത് വരെയാണ് പ്രസിഡന്റ് ആയത്? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കെ അതിന് ഒരു പുനർസംഘടന ഉണ്ടാക്കിയത്. അതായത് ചില ആശയക്കുഴപ്പം അവിടുത്തെ സമസ്തയിലെ ചില ആളുകൾ നിലനിൽക്കുമ്പോ അല്ല, ഞാനതൊന്നല്ല ചോദിച്ചത്. കണ്ണിയത്ത് ഉസ്താദ്, ഞാൻ ആശയക്കുഴപ്പമൊന്നല്ല ചോദിച്ചത്. കണ്ണിയത്ത് ഉസ്താദ് ഏത് വർഷം വരെയാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചത്. കണ്ണിയത്ത് ഉസ്താദ് അല്ല, അതിന്റെ വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഉസ്താദ് നിങ്ങളിതിനെ പിന്നെ വല്ലാതെ ഏത് വർഷം വരെയാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുള്ളൂ. അതെ അതെ. സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായത് 89 മുമ്പ് ബഹുമാനപ്പെട്ട ഞാൻ നിങ്ങളോട് അതൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ച കണ്ണിയത്ത് ഉസ്താദ് ഏത് വർഷം വരെയാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്? ആ വർഷം പറഞ്ഞാൽ മതി നിങ്ങൾ. വർഷം നമുക്കിപ്പോ കണക്ക് പറയാൻ കഴിയുമോ? മൊത്തത്തിൽ വിഷയം പറയാൻ കഴിയുമോ? അല്ല, ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞല്ലോ. 89 ഉള്ളാള് നിങ്ങൾ പ്രസിഡന്റ് ആയ നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ പറയാ ജിഷാനെ, കേട്ടോ? അല്ലേ, ഞാനതൊന്നല്ല ചോദിച്ചേ. നിങ്ങൾക്ക് ഒന്നുകിൽ വർഷം അറിയോ അറിയില്ലെന്നേ ചോദിക്കുന്നേ. അല്ല, വർഷം അറിയില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരിക്കും. അല്ല, ബഹുമാനപ്പെട്ട നിങ്ങളിപ്പം ബഹുമാനമൊക്കെ കൊടുത്ത കണ്ണിയത്ത് ഉസ്താദ്, ഇത്രയും ബഹുമാനം കൊടുക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് ഏത് വർഷം വരെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയില്ല? അല്ലല്ല, അങ്ങനെയല്ല. അതൊരു മോശമായില്ലേ? അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ആശയക്കുഴപ്പത്തിലുള്ള വിഷയം അല്ല, ഞമ്മക്ക് ആശയക്കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കുണ്ടാവും. എനിക്കൊരു ആശയക്കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കണ്ണിയത്ത് ഉസ്താദ് ഏത് വർഷം വരെ? കണ്ണിയത്ത് ആശയക്കുഴപ്പം വന്നിട്ടുണ്ട്, അതാ വിഷയം. സമസ്തയിൽ ആശയക്കുഴപ്പം വന്നില്ലെന്നല്ല ഞാൻ ചോദിച്ചത്. കണ്ണിയത്ത് ഉസ്താദ് ഏത് വർഷം വരെ സമസ്തന്റെ പ്രസിഡന്റ് ആയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയാൻ പറഞ്ഞാൽ മതി. ഏത് കൊല്ലത്തിലായി? അയ്യേ, എന്താ നിങ്ങൾ അതിന്റെ മെമ്പർ എന്നെല്ലാം പറഞ്ഞ ഏറ്റവും ശരിക്കും അതങ്ങ് പഠിക്കണ്ടേ? ഞാനിപ്പോ ഞാനിപ്പോ ചോദിച്ചത് കണ്ണിയത്ത് ഉസ്താദ് ഏത് വർഷം വരെയാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചത്. അത് നിങ്ങൾക്ക് അറിയോ അറിയില്ലേ? അത് നിങ്ങൾക്ക് അറിയോ അറിയില്ലെന്ന് ചോദിക്കുന്നത്. അയ്യയ്യേ, എന്താ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന ഉസ്താദേ? നിങ്ങൾക്ക് ഈ സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് കണ്ണിയത്ത് ഉസ്താദ് ഏത് വർഷം വരെ ഉണ്ടായി നിങ്ങൾക്കറിയോ? അപ്പൊ എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ രേഖ നോക്കിയിട്ടൊന്ന് പറയണോ? എന്നാ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം നിങ്ങൾക്കറിയാവോ? കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത് വാഴക്കാട്ടിലെ മത്തബറയാണെന്നറിയാം. ഞാൻ ഇത് പണ്ടാരോ ചോദിച്ചത് അബ്ദുറഹ്മാന്റെ പിന്നെ അബ്ദുറഹ്മാനപ്പ മരിച്ചെന്ന് വെച്ചപ്പം പറഞ്ഞ് അബ്ദുറഹ്മാനാജി മരിച്ചതിന്റെ തലേന്നാണ്. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വർ അല്ലാഹു മർക്കദ, ഈ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം ഏതാണ് നിങ്ങൾ അറിയോ?
ഇല്ലില്ല, അറിയില്ല. നിങ്ങളെന്ത് സമസ്തക്കാരന പിന്നെ? നിങ്ങള് നിങ്ങൾ ഒറിജിനൽ സമസ്തക്കാരനല്ലാന്ന് ഉറപ്പിച്ച്. കാരണം ഞാനിപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാലത്തുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായ വർഷം എന്നല്ല നിങ്ങളോട് ചോദിച്ചത്. ഇപ്പം തൊട്ടടുത്ത് കഴിഞ്ഞു പോയ സമസ്തയുടെ പ്രസിഡന്റായ വഫാത്തായി. എനിക്കൊരു ആശയക്കുഴപ്പമില്ലാന്ന്. ഞാൻ ആശയക്കുഴപ്പമുണ്ട് നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കൂലല്ലോ, എനിക്കറിയാം. കണ്ണിയത്ത് അല്ല എന്റെ പൊന്നാര ഉസ്താദ്, നിങ്ങൾ കേട്ട് പഠിച്ചോ. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം എനിക്കറിയുന്നോണ്ട് ഞങ്ങളോട് ചോദിച്ചേ. എനിക്ക് ആശയക്കുഴപ്പമുണ്ട് നിങ്ങളോട് ചോദിക്കൂല, നിങ്ങൾക്കറിയില്ല, നിങ്ങളത് പഠിച്ചില്ല. അതായത് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കെ താജുൽ ഉലമ പ്രസിഡന്റ് എങ്ങനെയാ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനത് ചോദിച്ചോ നിങ്ങളോട്? ഞാനത് നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. നിങ്ങളെന്തിനാ എന്താ പറയണ്ടേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോ വെറുതെ പറഞ്ഞില്ലേ? അതൊന്നും അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളെന്തിനാ ഊഹൊന്നും വേണ്ട. ഞാന് നിങ്ങളോട് ആകെ ചോദിച്ചെന്താ, നിങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം അറിയോന്ന്? അത് നിങ്ങൾക്ക് അറിയില്ല. കണ്ണിയത്ത് ഉസ്താദ് ഏത് വർഷം വരെ സമസ്തന്റെ പ്രസിഡന്റ് ആയെന്ന് അതും നിങ്ങൾക്ക് അറിയില്ല. പിന്നെ നിങ്ങളെന്ത് സമസ്തക്കാരനാ? അയ്യയ്യേ, ഇതിപ്പോ മുജാഹിദിന്റെ അനീഫ് കായ്ക്കൂടി അടക്കം കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിൽ അയാൾ പിടിച്ചു വെച്ചില്ലല്ലോ. എന്താ ഉസ്താദ് നിങ്ങളിങ്ങനെ? അല്ല, സമയത്തിന്റെ വില നിങ്ങളാണ് കളയുന്നത്. നിങ്ങൾ ഇതിന്റെ മറുപടി പറഞ്ഞാൽ കഥ കഴിഞ്ഞ്. നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ കൊല്ലം പറഞ്ഞാല് നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ പാത്തില്ലേ? എന്താ നിങ്ങളിപ്പോ പറയുന്നത്? നമ്മളിപ്പോ തർക്കത്തിലുള്ള ഒരു വിഷയം ചോദിച്ചത്. താജുൽ ഉലമ വഫാത്തായത് റബീഉൽ ആഖിർ 1-നാണ് നാട്ടില്. അതെ. എന്ത്? എങ്ങനെ? അത് തന്നെയാ പറഞ്ഞേ. 2014 റബീഉൽ ആഖിർ 1 ഏതോ ദിവസം വരുന്ന കലണ്ടർ എടുത്ത് നോക്കിക്കോ. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഞാനിപ്പോ പറയാന്നില്ലേ? ഇനി നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ഇനി എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ ഡേറ്റ് നിങ്ങൾക്ക് അറിയാവോ? അല്ല കാക്ക, എല്ലാ ഉസ്താദ് കാക്ക, ഞാൻ ഡേറ്റ് അല്ലാന്ന് ചോദിച്ചത്, ഞാൻ വർഷമല്ല ചോദിച്ചത്. അയ്യോ, ഞാൻ നിങ്ങളോട് വർഷമാണ് ചോദിച്ചത്. ഏത് വർഷമാണ്? അല്ല, നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? എന്നാ കണ്ണിയത്ത് ഉസ്താദ് നിങ്ങൾ വിട്ടോ. നിങ്ങൾക്ക് മുടിനെ പറ്റി എന്താ അറിയാവോ? നിങ്ങൾക്ക് മുടിനെ പറ്റി അറിയാം എന്തെങ്കിലും? മുടിനെ പറ്റി നിങ്ങൾക്ക് എന്താ വല്ല വിവരമുണ്ടോ? ഏത് ഷെയർ മുബാറക്ക്? അത് ഷെയർ മുബാറക്ക് അല്ലാത്തോണ്ടല്ലേ കാക്ക ഞാൻ മുടിന്ന് ചോദിക്കുന്നത്. ജാലിയൻവാലയിൽ നിന്ന് ആരിഫ് ബറക്കാത്തി മുഖേന ഏറ്റവും ഉസ്താദിന് കിട്ടിയ മുടികളെ കുറിച്ച് അറിയാം. ഷെയർ മുബാറക്കാണ് എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് നമ്മൾ സുന്നിയാണ്. ഹലോ, ഞാൻ നിങ്ങളോട് ചോദിച്ചത് മർക്കസിലുള്ള മുടിനെ പറ്റി നിങ്ങൾക്ക് വല്ല പിടുത്തോണ്ടോന്ന് ചോദിക്കുന്നേ. അറിയോ നിങ്ങൾക്ക്? ഓരോന്ന് നമുക്ക് ശരിയാക്കാം. നിങ്ങളെ പോലുള്ള കുറെ ആളെ ഇങ്ങനെ കിട്ടാൻ ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെട്ടല്ല. അതുകൊണ്ട് പിന്നെ ധൈര്യത്തിൽ എനിക്ക് മർക്കസിലുള്ള മുടിനെ പറ്റി നിങ്ങൾക്ക് വല്ല ധാരണ ഉണ്ടോ? മർക്കസിൽ എത്ര മുടിയുണ്ട്? മൂന്ന് മുടിയുണ്ട് അല്ലേ? പിന്നെ നിങ്ങൾ ആയിക്കോട്ടെ, ജാലിയവാല പിന്നെ ആരിഫ് ബറക്കാത്തി മുഖേന കൊടുത്ത 3 മുടി മർക്കസിലുണ്ടല്ലേ? പിന്നെ അതല്ലേ? പിന്നെ ബഹുമാനപ്പെട്ട കൊടുത്ത മുടിയുണ്ട്. എത്ര എണ്ണം ഉണ്ട്? അതിന്റെ എണ്ണം കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അല്ല, അതെന്താ അങ്ങനെ പറയുന്നേ? കാര്യം ഇബ്നു കസീർ പറഞ്ഞ തഫ്സീർ മാതിരിയാ? കൈ കണക്കൂലാണ്ടാ? അല്ല, നിങ്ങൾക്ക് എത്ര മക്കൾ? എല്ലാ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അല്ല നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് ഒരു കുട്ടിയുള്ളൂ. ഒരു കുട്ടി. ആ കുട്ടിയുടെ എണ്ണം നിങ്ങൾക്ക് അറിയില്ലേ?
വിവാഹം കഴിഞ്ഞിട്ട് 12 കൊല്ലായി. ആയിക്കോട്ടെ, നിങ്ങൾക്ക് 12, ഇനിയും മക്കളെ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. റബ്ബിലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ എന്ന ദിക്ർ കൂടി നിങ്ങൾ ചൊല്ലിക്കോളി. പിന്നെ ഞാനിപ്പോ നിങ്ങളെ മക്കളെ എന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു കുട്ടിയെന്ന് പറഞ്ഞില്ലേ, എന്നാ ഫവല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ആ റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക്ക് എത്ര കിട്ടി നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അത് വളരെ മോശമായിട്ടല്ലോ. അങ്ങനല്ല, നമ്മൾ പറയുന്ന ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യം. എന്താ നിങ്ങൾ ഈ കന്യാസ്ഥാന ഡേറ്റും മരണം ഒപ്പാത്തലും ചോദിക്കുന്നത്, ഇത് എത്ര അല്ലാന്ന് ഓരോന്നിന്റെ ഓരോ ഷെയർ. ഈ മർക്കസിലുള്ള മുടിന്റെ വർഷം ചോദിക്കാൻ പറ്റും. ഇപ്പോ എത്ര വർഷത്തിൽ എത്ര മുടി? ഞാനതൊന്നല്ല ചോദിച്ചേ. മർക്കസിൽ നിങ്ങൾ പറഞ്ഞു ജാലിയവാല 3 മുടി കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ പറഞ്ഞു ജാലിയവാല 3 മുടി കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹലോ, കൊടുത്ത മുടിയെ പറ്റി 3 മുടിയാണെന്നുള്ളതിന് കൃത്യമായ കണക്കാണ്. അല്ല, മറ്റേ കൃത്യമായ കണക്കല്ല. അപ്പൊ ആയിക്കോട്ടെ, എന്നാ അല്ല, ഒക്കെ വിവാദം തന്നെയാ. കാന്തപുരം തൊട്ടതൊക്കെ വിവാദം തന്നെയാ. അതിലെന്താ തർക്കം? എനക്കെന്താ സൂയ? കാന്തപുരം എനിക്ക് റേഷനരി വാങ്ങിച്ചത്. കാന്തപുരത്തിനോട് എനിക്ക് അസൂയന്റെ ഒരു വിഷയമില്ല. ഇതെന്തൊരു ആയിക്കോട്ടെ. മർക്കസിൽ ഇപ്പോ മർക്കസില് അപ്പൊ ജാലിയവാല കൊടുത്ത 3 മുടി ഉണ്ട് എന്നാണ് നിങ്ങളിപ്പോ പറയുന്നത് അല്ലേ? ആ 3 മുടി നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? ഉറപ്പാ? ഭയ്യ മാറ്റി പറയോ? പിന്നെ മാറ്റി പറയോ? അല്ല, കേരളത്തിൽ വരുന്ന നിങ്ങൾ മംഗലാപുരംകാരനായ നിങ്ങൾ കർണാടക സ്റ്റേറ്റില്ലേ? അങ്ങനെയുള്ള കേരളക്കാരനായ എന്നോട് നിങ്ങള് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് മുബാറക്കിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അവകാശം ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, അവകാശം ഉണ്ടോ അധികാരം ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കാം. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം. അപ്പൊ 3 മുടിയാണ് നിങ്ങൾ പറഞ്ഞു. ഓരോന്നോരോന്ന് നമുക്ക് വേഗം കഴിക്കാം. ഒരു മിനിറ്റ്, വേഗം കഴിക്കാം. 3 മുടി ജാലിയവാല കൊടുത്ത മർക്കസിലുണ്ടല്ലേ? അല്ലേ? 3 മുടിയുണ്ട്. 3 മുടി. ഈ 3 മുടി ജാലിയവാല എപ്പാ മർക്കസിലേക്ക് കൊടുത്തയച്ച? വർഷം മാസം പറയണ്ട, ഡേറ്റ് പറയണ്ട, എപ്പാണ് ഏത് വർഷമാണ് കൊടുത്തയച്ചത്? ഓർമ്മ ഉണ്ടോ? അല്ല, ഞാനിപ്പോ പറയുന്ന വിഷയം ഞാനിപ്പോ അതന്നെ പറയും. നമ്മളൊരു പോസ്റ്റ്മോർട്ടം നമ്മളെ പോസ്റ്റ്മോർട്ടം മർക്കസിലെ മുടി അത് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് കയ്യിൽ തരാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു അമാനിയോട് മറുപടി ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ അമാനിയോട് ഞാൻ ഒരുപാട് ആളുകളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ പുതുക്കാനല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചത്. ഞാൻ വിളിച്ച ആളുകളെ കണക്കോ അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ആളുകളോടുള്ള ചോദ്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ ഉത്തരം ഞാൻ നിങ്ങളുടെ കേൾക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങളോടുള്ള ചോദ്യം വ്യത്യസ്തമാണ്. നിങ്ങളോട് 3 മുടി തർക്കമില്ലാതെ ഞാൻ തർക്കമുണ്ട്. 3 മുടി അവിടെ ഇല്ല. ഇപ്പം എനിക്ക് തർക്കമുണ്ട്. ജാലിയവാല കൊടുത്ത 3 മുടി ഇപ്പൊ മർക്കസിൽ ഇല്ല. ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് ആധികാരികത കിട്ടിയേ? അതെ, എങ്ങനെ കിട്ടി? ആധികാരികത കിട്ടിയത് അത് തന്നെ. ആധികാരികത കിട്ടിയതെന്ന് വെച്ചാല് എന്ന് ഖുർആനിലുണ്ട്. വിവരമില്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കണം. ഞാൻ ഈ വിഷയം നന്നായി പഠിച്ചു. അങ്ങനെയല്ല അങ്ങനല്ലേ? ആരിഫ് ബറക്കാത്ത് മുഖാന്തരം കൊടുത്തു എന്നുള്ള നിങ്ങൾ സമ്മതിച്ചില്ല പല വിഷയത്തിലും പല കേട്ടത്. അതൊന്നും ഇപ്പൊ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ് നിങ്ങൾ സമ്മതിച്ചില്ലേ? അല്ല, ഇപ്പോ വിഷയം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ആരിഫ് ബറക്കാത്തിന്റെ അടുത്ത് കൊടുത്തയച്ച മുടി ഷെയർ മുബാറക് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഇഖ്തിലാഫ്. അല്ല, ഇഖ്തിലാഫ് എല്ലാം എനിക്ക് യക്കീനാണ്. അത് കൂടിയെല്ലാം എനിക്കൊരു ഇഖ്തിലാഫ് വരില്ല. അല്ലല്ല, ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകുമ്പോഴാണ് ഒരു കൂട്ടം വിശ്വസിക്കുന്നത്. എനിക്കത് യക്കീനാന്റെ പൊന്നാര ഉസ്താദേ, എനിക്കത് യക്കീന യക്കീന അല്ലാന്നല്ലേ ഞാൻ തെളിവ് നിങ്ങൾക്ക് വേണോ? അതാ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങളോട്. അല്ലാന്ന് പറയുന്നതിന് തെളിവ് കൊണ്ടുവരാൻ വേണ്ടി അല്ലാന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് ശരിക്കും ഒരു വിഷയത്തെ പറ്റി ആധികാരികമായി വേണ്ടിയാണ് കോൺടാക്ട് ആക്കി തരാന്ന് പറയുന്നത്. അശ്വനി നിങ്ങൾ ഞാനും അശ്വനി വളരെ ലോകി. ഞാൻ മെഞ്ഞാന്ന് ഒരു അശ്വനെ വിളിച്ചാ 4 ദിവസം മുന്നേ അശ്വനെ വിളിച്ച് സംസാരിച്ചതാ.
നിങ്ങൾ അഹസിനെ ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തിരുന്നത്? അഹസിനെ പരിചയപ്പെടുത്താൻ അഹസിൻ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തേണ്ടില്ല. അല്ല അഹസിനി എന്നോടുള്ള കടപ്പാട് മറക്കൂല. അഹസൻ ഈ മുടി വിഷയത്തിലുള്ള അയാളുടെ പ്രസംഗങ്ങള് അയാള് നിർത്താൻ തന്നെ കാരണം ഞാനാ ഈ മുടി വിഷയം. അപ്പൊ നിർത്തിയില്ല ഉപരി അല്ലല്ലേ അവസാനം എവിടേക്കെത്തി പറയുന്നുണ്ട്. അല്ല ഞാനത് അത് അഹസന്റെ വിഷയമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഒരു മിനിറ്റ് ഹലോ. അല്ല മുനാഫിക്കാണോ മുഅ്മിനാണോ അല്ലെങ്കിൽ മുർത്തദാണോ മുബ്തദിയാണോ അല്ല അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച. ഞാൻ അതൊന്നല്ല ചോദിച്ചേ. മർക്കസിനുള്ള മുടിയെ പറ്റി എന്റെ ചോദ്യം നിങ്ങൾക്ക് മറുപടി ഉണ്ട്. നിങ്ങൾ പറഞ്ഞു 3 മുടിയാണ്. ഓ ഞാൻ ബേബേ ചോദിക്കട്ടെ. നിങ്ങൾ എന്താ ഞാൻ ചോദിക്കട്ടെ എന്റെ ഉസ്താദ്. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചല്ലേ? നിങ്ങൾ ഇതിനെ ബേജാറാന്ന്. ആ എന്റെ അടുത്ത ചോദ്യം, ആരാണ് ഈ ബറക്കാത്തി സാദാത്തിങ്ങൾ? എന്റെ അടുത്ത ചോദ്യം മറുപടി പറയും. ആരെ? കാരണം കാന്തപുരം ഇത്രയും വർഷം പറഞ്ഞത് ബറക്കാത്തി സാദാത്തിങ്ങളിലൂടെ നമുക്ക് എത്തപ്പെട്ട ഷാർ മുബാറക്ക് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ആരാണ് ഈ ബറക്കാത്തി സാദാത്തിങ്ങൾ? പറ മറുപടി. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പറയൂ, ആരാണ് ഈ ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറ. അതിന്റെ മുമ്പ് ചർച്ചയിൽ നമ്മളെല്ലാം തെർത്തീബായിട്ട് തന്നെ വരുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന്റെ ശേഷമാണ് എന്താ വേണ്ടത്? ഫാത്തിഹ ഓതണ്ട്. അല്ലാണ്ട് ഫാത്തിഹ ഓതിട്ടല്ല കെട്ടേണ്ടത്. അല്ല നിങ്ങൾക്ക് അറിയോ ഉസ്താദെ ബറക്കാത്തി സാദാത്തിങ്ങൾ? എന്റെ പൊന്നാര ഉസ്താദിനോട് നിങ്ങൾക്ക് ബറക്കാത്തി ഒന്നുകിൽ ഉണ്ട് എന്ന് പറയല്ല. ബറക്കാത്തി സാദാത്തിങ്ങൾ ആരാ നിങ്ങൾക്കറിയോ? എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി ആയിട്ടില്ല. അല്ല, കാരണം ജിഷാന്റെ സംശയങ്ങൾ മാറ്റിത്തരാനാണല്ലോ നിങ്ങൾക്ക് വിളിച്ചത്. ജിഷാന്റെ സംശയങ്ങൾ മാറ്റിത്തരാൻ കഴിവുള്ള ഒരാളാണ് AP ഗ്രൂപ്പിൽ ഒരുത്തനം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ അങ്ങനെ ഒരാളെ എനിക്ക് കാണണം. കാരണം ഞാൻ AP ഗ്രൂപ്പിൽ തള്ളിപ്പറയാൻ കാരണം എന്താ? ഈ മുടി വിഷയത്തിൽ ആ കൂട്ടത്തിൽ ഒരു മഹ്ദൂക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണെന്ന് സമർത്ഥിക്കാൻ ചങ്കുറപ്പുള്ള ഒരുത്തൻ അതിലില്ല. അതുകൊണ്ട് തന്നെ പച്ച പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹിയുടെ പേരിൽ പച്ച നുണ പറഞ്ഞിട്ട് ആ നുണയായ എന്റെ മൊയിലാരെ ഞാൻ തെളിയിച്ചു തരുന്നേ. പറ, ആരാണ് ഈ ബറക്കാത്തി സാദാത്തിങ്ങൾ? ഞാൻ ഓരോന്നും ഇത് കൈ തരാം. ആരാണ് ബറക്കാത്തി സാദാത്തിങ്ങൾ? പറ. ഞാൻ അതൊന്നല്ല എന്റെ പൊന്നാര മൊയിലാരെ ചോദിച്ചത്. ആരാണ് ബറക്കാത്തി സാദാത്തിങ്ങൾ? അതിന്റെ മറുപടി അറിയപ്പെട. കേട്ടോ, ഇപ്പൊ നിങ്ങൾ പറയുന്ന വാദമനുസരിച്ച് ഷാർ മുബാറക്ക് കിട്ടിയതല്ല എന്ന് പറയുന്ന ഒരു വിഷയം വേറെ. എന്താ ഇക്കൊക്കെ പറയുന്ന പഠിച്ചോനെ? അല്ല, ഒന്നുകിൽ ഞാൻ എന്റെ പൊന്നാര ഉസ്താദ് കേട്ടോ ഞാൻ ഒരു പിടിവാശി നിങ്ങൾക്ക് ഈ വിഷയം അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും. ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് അറിയോ എന്നൊരു ചോദ്യം. അല്ല, ഞാനതൊന്ന് ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എന്റെ ചോദ്യം നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് ഞാൻ ചോദിച്ചേ. എന്താ ഇയാൾ പറയുന്നേ? ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പഠിപ്പിക്കല്ലേ മൊയിലാരെ? നിങ്ങളെ പോലെ കുറെ എണ്ണത്തിനെ കണ്ട് നിങ്ങൾക്ക് അറിയോ? ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? പറ, അറിയോ? അല്ല, നിങ്ങൾ ചോദിക്കുന്നത് പറ. ബറക്കാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞ ആരാ നിങ്ങൾക്ക് അറിയോ അറിയില്ലേ? വിഷയം നമുക്ക് ആവശ്യമില്ല. കഥന്നെ പടച്ചോനെ, അതൊന്നും ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമോ? എന്നാ ഞാനും കെട്ടിയത് കുട്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങളും കാന്തവരും കുറച്ച് ആളുകളും കൂടിയിട്ട് ഇതങ്ങ് നക്കിയായി. ഞങ്ങളെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ തലയിൽ കെട്ടിവെക്കണ്ട. ഹബീബായ റസൂലുള്ളാഹിയുടെ പേരിൽ പച്ച നുണ പറഞ്ഞിട്ട് കൊണ്ടാന്ന ഈ മുടികളുണ്ടല്ലോ, അറബിക്കടലിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തെളിവിന്റെ പറ. ആരാണ് ബറക്കാത്തി? നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ കാന്തപുരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ പിന്നെ ദീനിലെ തെളിവാണാ? ദീനിൽ റസൂലുള്ളാഹിൽ എന്ന മൊയിലേറെ കേട്ട് പഠിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിസ്ബ ചെയ്യപ്പെടാൻ, ഒരു കാര്യം നിസ്ബ ചെയ്യപ്പെടാൻ, ചേർത്ത് വെക്കപ്പെടാൻ പണ്ഡിത ലോകം പറഞ്ഞ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിങ്ങനുണ്ടോ? ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഷഹറാത്തുകൾക്ക് ഷഹർ മുബാറക്കിനെ പറഞ്ഞ ഖുസൂസിയാത്തുകൾ ഈ വിഷയത്തിലുണ്ടോ? ജാലിയ മുടിക്കുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? അത് ഞാൻ പറയുന്നേ. എന്താ പൊന്നാര മുലേരെ, ഞാൻ എന്തിനെത്തും? ഞാൻ നേരിട്ട് കണ്ടേലേ. കാന്തപുരത്തിന് കിട്ടിയതിന്റെ 6 ഇരട്ടി വാങ്ങി വന്നവനാണ്. 18 ഞാൻ ചോദിക്കട്ടെ, ഇന്നേ വരെ 18 മുടി പോയിട്ട് 1 മുടി പോലും കൊടുത്തിട്ടില്ലാന്ന് ജാലിയവാല ജീവിച്ചിരിക്കെ 6 മാസം ഈ വിവാദം ഉണ്ടായിട്ട് അയാളെ പേരിലുള്ള ഒരു ക്ലിപ്പെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ജാലിയവാല കബറിലല്ലോ. മൊയിലേറി കേട്ടോ, ജാലിയവാല കബറിലാണോ? അദ്ദേഹത്തിന്റെ മകൻ ഇമ്രാൻ കബറിലാണോ? അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയോ? എനിക്കിങ്ങനെ